കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പം അവൻ ചോദിച്ചൊരു കാര്യമാണ്, ഈ സ്വർണ്ണത്തിൻ്റെ വില ഓൾറെഡി കുറച്ച് കൂടിപ്പോയില്ലേ, ഇനിയും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഉത്തരം ഞാൻ തരുന്നതായിരിക്കും. ഈസ് ഇറ്റ് ടു ലേറ്റ് ടു ബൈ ഗോൾഡ്? അപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, ഗോൾഡ് ഓൾറെഡി ഓൾ ടൈം ഹൈയിലാണുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ഗോൾഡിൻ്റെ വില ഹിസ്റ്ററിയിൽ എന്നായിരുന്നു, അത് ഇന്നാണ്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് 10 ഗ്രാം ഗോൾഡിന് 1,11,000 രൂപയിൽ അധികമാണുള്ളത്. അതേസമയം ഒരു പവനിന് 81,000 രൂപയിലധികം പൈസയാണുള്ളത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ വില ഇങ്ങനെ കയറി പോകുന്നേ ഉള്ളൂ. ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള റാലി പോലെയാണ് ഗോൾഡ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള ചോദ്യം, ഇങ്ങനെ ഗോൾഡ് ഓൾറെഡി കയറി നിൽക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് താഴേക്ക് പോകാനാണ് ചാൻസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് നേരെ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ നോക്കുകയാണെങ്കിൽ ഗോൾഡും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് തന്ന റിട്ടേൺസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് നമുക്ക് തന്ന റിട്ടേൺസ് 50%-ലധികമാണ്. എന്നാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ നിഫ്റ്റി 50 ആണ് എടുത്തിരിക്കുന്നത്. അത് കാര്യമായിട്ട് ഒരു റിട്ടേൺസ് തന്നിട്ടില്ല. അതായത് ഒരു വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് 0 അഥവാ ഫ്ലാറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. പക്ഷേ ഗോൾഡ് വേറെ ലെവലിലുള്ള പെർഫോമൻസ് ആണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം ഒരു അസറ്റ് ക്ലാസ് ഭയങ്കര റിട്ടേൺസ് തന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള റിസൾട്ട്സ് നോക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ 3 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗോൾഡാണ് സ്റ്റോക്ക് മാർക്കറ്റിനെക്കാളും കൂടുതൽ റിട്ടേൺസ് തന്നിരിക്കുന്നത്. 5 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റാണ്. കാരണം കോവിഡിന് ശേഷമുള്ള ആ വലിയൊരു റാലിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഇതിൻ്റെ ഡേറ്റയിലും കാണാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റാണ് ജയിച്ചിരിക്കുന്നത്. 10 ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഗോൾഡ് 14.14%, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് 13.81%. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ക്ലിയർലി ഗോൾഡാണ് വിന്നർ. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോൾഡ് ഇവിടെ വിന്നർ ആവാനുള്ള 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കഴിഞ്ഞ 2-3 വർഷത്തിൽ ഗോൾഡിൻ്റെ വലിയ റാലിയാണ്. ആ വലിയ റാലി വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 ഇയറിലെ ഡേറ്റ മാത്രമല്ല, 10 ഇയേഴ്സിലെ റിട്ടേൺസിൻ്റെ ഡേറ്റയും ഭയങ്കര ഇലവേറ്റഡ് ആയിട്ട് തോന്നും. ഇനി ആലോചിച്ച് നോക്കുക, അടുത്ത 2-3 മാസങ്ങൾ ഗോൾഡ് വളരെ മോശമായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഈ എല്ലാ നമ്പേഴ്സും മാറും. ഇൻക്ലൂഡിങ് 10 ഇയറിൻ്റെ ഡേറ്റ വരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 14% ഒന്നും ഉണ്ടാവില്ല, നേരെ മറിച്ച് 12-11% ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. റീസെൻ്റ് ആയിട്ട് ഒരു അസറ്റ് ക്ലാസ് ഭയങ്കര പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ അത് ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെയും ലാസ്റ്റ് 7 ഇയേഴ്സിൻ്റെ 10 ഇയേഴ്സിൻ്റെ ഒക്കെ ഡേറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു റീസെൻ്റ് ആയിട്ട് കാണിച്ച ഈ കുതിപ്പിൻ്റെ അഡ്വാൻറ്റേജ് ഗോൾഡിനുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് US ഡോളേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറയുന്നതനുസരിച്ച് ഇന്ത്യൻ റുപ്പിയിൽ ഗോൾഡിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2-3% ഈ 14.1%-ൽ ഈ INR വീക്ക് ആയതിൻ്റെ ഫലമാണ്. ഇനി അങ്ങോട്ടും ഇന്ത്യൻ റുപ്പി ഇതുപോലെ തന്നെ വീക്ക് ആവുമെങ്കിൽ ഒബ്വിയസ്ലി ഗോൾഡ് ഇതുപോലത്തെ റിട്ടേൺസ് ഒക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ടും 2-3% ഓരോ വർഷവും ഇന്ത്യൻ റുപ്പി വീക്ക് ആയിക്കൊണ്ടിരിക്കുക. അതിനുള്ള കൃത്യമായൊരു ഉത്തരം നമുക്കില്ലെങ്കിലും അതിനുള്ള സാധ്യത ഇനി അങ്ങോട്ട് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു ടേബിളിൽ ഡേറ്റ കാണുമ്പോൾ നിങ്ങൾ ചാടിക്കയറി ഒരിക്കലും കൺക്ലൂഡ് ചെയ്യരുത് ഗോൾഡാണ് സ്റ്റോക്ക് മാർക്കറ്റിനെക്കാളും ബെറ്റർ എന്നുള്ള കാര്യം. കാരണം ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഭയങ്കര എത്രയും ഇൻഫ്ലുവൻസ് ചെയ്യും ലോങ് ടേം ഡേറ്റിനെയും. ഫോർ എക്സാമ്പിൾ, അടുത്തൊരു വർഷം നിഫ്റ്റി ഭയങ്കര റിട്ടേൺസ് തന്നാൽ ഒരു 20% റിട്ടേൺസ് ഒക്കെ തരികയാണെങ്കിൽ ഈ മൊത്തം ടേബിളിൽ നിഫ്റ്റി ആയിരിക്കും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുക. മാത്രമല്ല ഇവിടെ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, ഈ നിഫ്റ്റി 50യുടെ റിട്ടേൺസ് അല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന റിട്ടേൺസ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ കുറച്ചുകൂടി ഡിവേഴ്സിഫൈഡ് ആണെങ്കിൽ, കാരണം നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ ടോപ്പ് 50 കമ്പനീസ് മാത്രമാണ്. മിക്ക ആൾക്കാരുടെ പോർട്ട്ഫോളിയോ ടോപ്പ് 50 കമ്പനീസ് മാത്രമായിരിക്കില്ല ഉണ്ടാവുക. നിങ്ങൾക്ക് മിഡ് ക്യാപ്പ് ഉണ്ടാവും, സ്മോൾ ക്യാപ്പ് ഉണ്ടാവും, അങ്ങനെ പല കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലിയർലി 10 ഇയേഴ്സ് ആണെങ്കിലും അതുപോലെ 5 ഇയേഴ്സ് ആണെങ്കിലും ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് ആയിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. അപ്പോൾ ചാടിക്കേറി ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുമ്പ് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത്, ഈ ഗോൾഡ് ഈ അടുത്ത് കാണിച്ച ഈ ഒരു റാലി, ഈ ഒരു കുതിപ്പ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ് സെൻട്രൽ ബാങ്ക്സ് കുറേയധികം ഗോൾഡ് വാരി കൂട്ടുകയാണ്. നമ്മുടെ 2000 മുതലുള്ള കാലയളവ് നോക്കുകയാണെങ്കിൽ കുറേ സെൻട്രൽ ബാങ്ക്സ് ആ സമയമൊക്കെ ഗോൾഡ് വിൽക്കുകയായിരുന്നു ചെയ്യുന്നത്, നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. പക്ഷേ 2010 ശേഷം അതേ സെൻട്രൽ ബാങ്ക്സ് തന്നെ നെറ്റ് ബയേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഏതാണ്ട് 2022 മുതൽ ഈ ഗോൾഡ് ഇവർ കാര്യമായിട്ട് വാങ്ങിക്കൂട്ടുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് സെൻട്രൽ ബാങ്ക്സിൽ നിന്നുണ്ടാകുന്ന ഡിമാൻഡാണ് ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ റാലി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. ഹലോ എവ്രിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ US ഗവൺമെന്റ് ട്രഷറി ഈൽഡ്, അതായത് US ഗവൺമെന്റ് ആൾക്കാർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിന്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ബേസിക് എക്കണോമിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് വളരെ കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് തരുന്നതെങ്കിൽ ആൾക്കാർ ബാക്കിയുള്ള അസറ്റ് ക്ലാസ്സിലേക്ക് പോകും. അപ്പോൾ അവിടെ സ്റ്റോക്സ് നോക്കാവുന്നതാണ്, ഗോൾഡ് നോക്കാവുന്നതാണ്, വേറെയും കുറേ അസറ്റ് ക്ലാസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കറന്റ് നോക്കുകയാണെങ്കിൽ US സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്
ആണെങ്കിലും സ്ലൈറ്റ്ലി ഓവർ വാല്യൂഡ് ആണ്. അതുകൊണ്ട് കുറേ പേര് കൊണ്ടുപോയിട്ട് എക്സ്ട്രാ പൈസ ഒന്നും അവിടെ ഇടുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള അസറ്റ് ക്ലാസ് എന്താണ്? ഗോൾഡ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണെന്നും സ്റ്റോക്ക് മാർക്കറ്റ് ഓൾറെഡി അത്യാവശ്യം ഓവർ വാല്യൂഡ് ആണെന്നുള്ള കാര്യം കൂടെ ഗോൾഡിലേക്ക് ആൾക്കാരുടെ പൈസ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഗോൾഡിൻ്റെ പ്രൈസിനെ മുകളിൽ കൊണ്ടുവന്നതാണ്. ആൻഡ് ലാസ്റ്റ് കാര്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓവറോൾ വേൾഡിലെ മാക്രോ എക്കണോമിക് സ്ഥിതി. അപ്പോൾ അതിൽ ട്രംപിൻ്റെ ടാരിഫ് വാർ ആയിക്കോട്ടെ, അല്ലാതെ നടക്കുന്ന ചെറിയ ചെറിയ വാറുകളായിക്കോട്ടെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ, അതായത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടുള്ള സമയങ്ങളല്ല. മാത്രമല്ല ഒരു ക്രൈസിസ് വരാനോ അല്ലെ വാർ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതേസമയം തന്നെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ അത്യാവശ്യം വാല്യൂഡ് ആണ്. ഓവർ വാല്യൂഡ് അല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഫെയർലി വാല്യൂഡ് ആണെങ്കിൽ ആൾക്കാർ കൂടുതൽ പൈസ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇടില്ല. ഈ സമയങ്ങളിൽ കൂടുതൽ ആൾക്കാർ പൈസ ഗോൾഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യാറ്. നമ്മൾ ഏത് ക്രൈസിസ് സമയം നോക്കിയാലും, കോവിഡ് ആയിക്കോട്ടെ, 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിക്കോട്ടെ, ആ സമയത്തൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോയപ്പോഴും ഗോൾഡിന്റെ പ്രൈസ് മുകളിലേക്കാണ് പോയത്. ആസ് ഓഫ് നൗ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ക്രൈസിസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നതിന്റെ ഒരു കാരണം ആൾക്കാർ ഒരു ക്രൈസിസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഗോൾഡിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടാനുള്ളതിന്റെ റീസൺസ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് നേരിടുന്ന ഒരു ചോദ്യമാണ്, നമ്മളിപ്പോൾ ഗോൾഡ് വാങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലായിരിക്കും ആൾക്കാർ ചിന്തിക്കുക. ആ രണ്ട് രീതികളുടെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ചിന്തയായിരിക്കും, ഗോൾഡ് നല്ല സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യുന്നില്ലേ, നമ്മൾ പാസ്റ്റ് ഇയറിൽ ആ ടേബിളൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഗോൾഡ് നല്ല റിട്ടേൺസ് വന്നിട്ട് ഈവൻ സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും ബെറ്റർ റിട്ടേൺസ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വെച്ചാൽ ഗോൾഡ് ആണ് അടിപൊളി, ഗോൾഡ് ഇനിയും മുകളിലേക്ക് പോകും, ആൾക്കാർ ഇനിയും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു മൊമെൻറ്റം ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല, സൂപ്പറായിട്ട് ഗോൾഡ് നല്ല റിട്ടേൺസ് തരുന്നുള്ള വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ ഒരു വിശ്വാസത്തിന് വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഗോൾഡ് ഒരു സ്റ്റേബിൾ ആയിട്ടൊരു അസറ്റ് അല്ല. FD പോലെ ഓരോ വർഷവും 10% അല്ലെങ്കിൽ 5-6% പോലെ റിട്ടേൺസ് ഗോൾഡ് ഒരിക്കലും തരാറില്ല. സ്റ്റോക്ക് മാർക്കറ്റ് എത്രത്തോളം വോളറ്റൈൽ ആണോ അത്രത്തോളം വോളറ്റൈലാണ് ഗോൾഡ്. ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്രാഫ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഗോൾഡിൻ്റെ പ്രൈസിൻ്റെ ഡേറ്റയാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പിയിൽ ഗോൾഡിൻ്റെ പ്രൈസ് നമ്മുടെ ഡേറ്റ 2011 മുതൽ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഒരു ചാർട്ട്. ഒരു കാര്യം വളരെ എവിഡൻ്റ് ആണ്, ഗോൾഡിൻ്റെ പ്രൈസ് ഭയങ്കര വോളറ്റൈലാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഗോൾഡ് എല്ലാ വർഷവും ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതാണ് വിചാരിക്കുന്നതെങ്കിൽ ക്ലിയർലി അതല്ല കേസ്. ഭയങ്കര വോളറ്റൈൽ ആയ ഒരു സാധനമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെയാണ് ഗോൾഡ് ശരിക്കും. എന്ന് മാത്രമല്ല, ഇവിടെ ചിലർ ആലോചിക്കുന്നുണ്ടാവും, ഓക്കെ ഗോൾഡ് വോളറ്റൈലൊക്കെയാണ്, പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എല്ലാ വർഷവും മുകളിലേക്കല്ല പോകാൻ പോകുന്നത്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇതിൽ സംശയം ഉണ്ടെന്ന് മാത്രമല്ല, ഒരിക്കലും ഗോൾഡ് എല്ലാ വർഷവും ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള പോലത്തെ റിട്ടേൺസ് പോലും തരാറില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാർട്ട് നോക്കിയാൽ മാത്രം മതി. 2012 സമയത്ത് ഏതാണ്ട് ഗോൾഡ് അന്നത്തെ ഓൾ ടൈം ഹൈയിലെത്തി. അതിനുശേഷം ഓൾമോസ്റ്റ് 2019 വരെ ഗോൾഡിന്റെ പ്രൈസ് അനങ്ങിയില്ല. അപ്പോൾ അതിനിടയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇങ്ങനെ ഫ്ലാറ്റ് ആയി നിൽക്കുകയല്ല ചെയ്ത്, ഇടയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് കൂടിയിട്ടുണ്ട്, വീണ്ടും കുറഞ്ഞു കൂടി ആൾക്കാരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്, ആൾക്കാരെ കൊതിപ്പിച്ചുകൊണ്ട് എന്താണ് ഇങ്ങനെ നിർത്തുകയാണ്. പക്ഷേ 7 വർഷം നമ്മൾ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 0% റിട്ടേൺസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം പെട്ടെന്നാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് കാര്യമായിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 60% റിട്ടേൺസ് വന്നത് ജസ്റ്റ് ഒരു ഓൾമോസ്റ്റ് ഒരു 1 ഇയറിലൊക്കെയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട സത്യം എന്ന് വെച്ചാൽ ഗോൾഡിന്റെ റിട്ടേൺസ് ഭയങ്കര ലംപിയാണ്. അതായത് പെട്ടെന്ന് 1-2 വർഷത്തിലായിരിക്കും നിങ്ങൾക്ക് കുറേ നാൾ കിട്ടേണ്ടിയിരുന്ന റിട്ടേൺസ് കിട്ടാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഗോൾഡ് ഒരു കഴിഞ്ഞ 10 വർഷം 12% റിട്ടേൺസ് CAGR ഉണ്ടാക്കി വിചാരിക്കുക. പക്ഷേ ആ 12% ഓരോ വർഷം ഇങ്ങനെ 12% ആയിരിക്കില്ല. ഏതെങ്കിലും 1-2 വർഷം ഭയങ്കര റിട്ടേൺസും ബാക്കിയുള്ള വർഷങ്ങളിൽ കാര്യമായിട്ട് റിട്ടേൺസ് തരാതിരിക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു പീരീഡിൽ മാത്രമല്ല, അതിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്, അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു 2020 ആ കോവിഡ് സമയത്ത് അത് പീക്ക് അടിച്ചു. അതിനുശേഷം 2020 ശേഷം ഓൾമോസ്റ്റ് ഒരു 2023 വരെ കാര്യമായ റിട്ടേൺസ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് ഒരു 3 ഇയേഴ്സോളം ഗോൾഡിന്റെ പ്രൈസ് അനങ്ങിയിട്ടില്ല. അതിനുശേഷമാണ് കാര്യമായിട്ടുള്ള ഒരു റാലി ഗോൾഡ് ഭയങ്കര കുതിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ പീക്കിലാണ് നിൽക്കുന്നത്, ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പീക്കിൽ നിന്ന് ഇനി എങ്ങോട്ട് പോകുന്നുള്ള കാര്യം ഒബ്വിയസ്ലി എനിക്കും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഉറപ്പായിരുന്നു ഗോൾഡ് മുകളിലേക്ക് പോകുന്നുവെങ്കിൽ ഞാൻ എൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ എല്ലാം വിറ്റ് ഞാൻ ഗോൾഡിൽ പൈസ ഇട്ടേനെ. എൻ്റെ കാര്യം മാത്രമല്ല, ആരൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടോ ഗോൾഡിന്റെ പ്രൈസ് ഇനി മുകളിലേക്ക് പോകുമെങ്കിൽ അവരൊക്കെ അവരുടെ എല്ലാ സ്വത്തും വിറ്റ് ഗോൾഡിൽ പൈസ ഇട്ടേനെ. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആരും നമ്മുടെ ലോകത്തുണ്ടാവില്ല. കാരണം ആർക്കും ഉറപ്പല്ല ഗോൾഡ് മുകളിലേക്ക് പോകുക താഴേക്ക് പോകുന്നുള്ള കാര്യം. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, ഗോൾഡ് ഇനി അങ്ങോട്ടും കുതിക്കും എന്നുള്ള കാര്യം നമുക്ക് ഒബ്വിയസ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ട പോലെ തന്നെ ഗോൾഡ് ഒരു ഓൾ ടൈം പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് വേണേൽ വർഷങ്ങളോളം 5 വർഷം 6 വർഷം 7 വർഷം 8 വർഷമൊക്കെ അതേ ലെവലിൽ തന്നെ വേണം നിൽക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൺക്ലൂഷനിലേക്ക് വരാം. കാരണം കുറേ നേരം ഞാൻ ഗോൾഡിനെ പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നു, ഇതുവരെ ഞാൻ ഗോൾഡിന് വാങ്ങണോ വേണ്ടയോ എന്ന കാര്യത്തിന് അഡ്രസ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഡിസിഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നേ ഉള്ളൂ. നിങ്ങൾ അടുത്ത 6 മാസത്തിൽ അല്ല അടുത്തൊരു വർഷത്തിൽ ഗോൾഡ് എത്രയോ % കയറും എന്ന് ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഗോൾഡ് വാങ്ങുന്നതെങ്കിൽ മിക്കവാറും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. കാരണം ഗോൾഡ് സാധാരണ ആവറേജ് തരുന്നതിനേക്കാളും ഭയങ്കര റിട്ടേൺസ് ആണ് കഴിഞ്ഞ 2-3 വർഷങ്ങൾ തന്നത്. ഇനി അങ്ങോട്ടും അതുപോലത്തെ റിട്ടേൺസ് അടുത്തൊരു 1-2 വർഷത്തേക്ക് തരാനുള്ള ചാൻസ് നമ്മൾ വളരെ കുറവാണ് കാണുന്നത്. കാരണം ഏത് അസറ്റ് ക്ലാസ് ആണെങ്കിലും, സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും അതിനൊരു ആവറേജ് ലോങ് ടേം റിട്ടേൺസ് ഉണ്ട്. ഏതെങ്കിലും 1-2 വർഷം ആ ആവറേജിന്റെ മുകളിൽ പോവുകയാണെങ്കിൽ അടുത്ത 1-2 വർഷം ആ ആവറേജിലേക്ക് വരാനാണ് ചാൻസ്. ഇനി ആവറേജിലേക്ക് വരണമെങ്കിൽ ഓബ്വിയസ്ലി ആവറേജിലേക്ക് വന്നാൽ പോരാ, ആവറേജിലേക്ക് ഓവറോൾ എത്തണമെങ്കിൽ അതിന്റെ താഴേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഇതിനാണ് നമ്മൾ ഇൻവെസ്റ്റിംഗിൽ മീൻ റിവേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ മീൻ റിവേർഷൻ പ്രിൻസിപ്പിൾ പ്രകാരം ഇനി അങ്ങോട്ട് ഗോൾഡ്
താഴേക്ക് പോകാനാണ് ചാൻസ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പ്രഡിക്ഷൻ ഒന്നുമല്ല. ഈ താഴേക്ക് പോകുന്നത് അടുത്ത 6 മാസത്തിൽ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. അടുത്ത 6 മാസത്തിൽ വേണമെങ്കിൽ ഗോൾഡ് ഇനിയും മുകളിലേക്ക് കയറാം, വേണമെങ്കിൽ അടുത്ത ഒരു വർഷം ഗോൾഡ് ഇനിയും വീണ്ടും മുകളിലേക്ക് കയറാം, എന്നിട്ട് മേ ബി അടുത്ത 2, 3, 4 വർഷം കാര്യമായിട്ട് ഒരു റിട്ടേൺസും തരാതിരിക്കാം. അങ്ങനെ സംഭവിച്ചാലും ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ആവറേജ് റിട്ടേൺസിലേക്ക് എത്തിക്കോളും. ഇനിയിപ്പോൾ അതിൽ ഏതാണ് സംഭവിക്കുക എന്നുള്ള കാര്യം ഒരിക്കലും എനിക്കോ അല്ല ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് കാര്യം, നിങ്ങൾ ആലോചിക്കേണ്ടത് അടുത്ത 6 മാസത്തിൽ റിട്ടേൺസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല. നിങ്ങൾ ആലോചിക്കേണ്ടത് ലോങ് ടേമിലേക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ഗോൾഡ് വേണോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓരോ ആൾക്കാർക്കും ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഉത്തരം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ഒരു 5 to 10% ഗോൾഡ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസോ സ്റ്റോക്ക് മാർക്കറ്റിലെ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഒരു ഇൻഷുറൻസ് പോലെ നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോ പ്രൊട്ടക്ട് ചെയ്യും. ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു 5 to 10% ഗോൾഡ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ഈ ഒരു ഓൾ ടൈം ഹൈയിൽ ഗോൾഡ് വാങ്ങുന്നതിൽ വലിയ സെൻസ് ഉണ്ടാക്കില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ആ ഒരു 5 to 10% ഗോൾഡ് അലൊക്കേഷൻ ഇല്ല എങ്കിൽ, എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു 5 to 10% ഗോൾഡ് അലൊക്കേഷനിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഇപ്പം തന്നെ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ആ അലൊക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ലംസം ആയിട്ട് ഇപ്പോൾ ഫുൾ പൈസ കൊണ്ട് ഇടുന്ന ഒരു നല്ല ഐഡിയ ആയിരിക്കില്ല. അങ്ങനെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴേക്ക് പോകാനുള്ള ഒരു ചാൻസ് കിടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യമായിട്ടുള്ള പൈസ നിങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ SIP തന്നെയാണ്. SIP എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ മാസം ഗോൾഡിൽ കുറച്ച് പൈസ ഇടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏത് രീതിയിലാണ് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാറ്റർ ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗോൾഡ് കോയിനൊക്കെ വാങ്ങുകയാണെങ്കിൽ അവിടെ SIP എന്ന് പറഞ്ഞ സാധനമില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഓരോ മാസവും കുറച്ച് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് താഴേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ താഴേക്ക് പോകുന്നതിൻ്റെ ഒരു ആവറേജ് പ്രൈസിൽ കിട്ടുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ ഗോൾഡ് ETF ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഒക്കെ ആണെങ്കിൽ ഈ SIP നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ച് നാൾ മുമ്പ് വരെയാണെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സിൽ മാത്രമേ SIP ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഗോൾഡ് ETF-ലും ഈ SIP ഫീച്ചർ അവൈലബിൾ ആണ്. ഇനി ഈ ഗോൾഡ് ETF-ഉം ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണാം. ഗോൾഡ് വാങ്ങാനുള്ള 6 വഴികളും അതിൻ്റെ കംപ്ലീറ്റ് കമ്പാരിസൺ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിൽ ഗോൾഡ് വാങ്ങുന്നതാണ് ഏറ്റവും ലാഭകരം എന്നുള്ള കാര്യം. വീണ്ടും വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കരുതുന്നതെങ്കിൽ ഏറ്റവും ലാഭകരമായുള്ള കാര്യം ഒന്നെങ്കിൽ ഗോൾഡ് ETF അഥവാ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആണ്. നിങ്ങൾ ആക്ച്വൽ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആക്ച്വലി വെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജ്വല്ലറി അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങുന്നതായിരിക്കും നല്ലത്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മേക്കിംഗ് ചാർജസ് ഉണ്ട്. മാത്രമല്ല നിങ്ങൾ ജ്വല്ലറി വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും അവിടെ ഒരു സ്പ്രെഡ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ കോസ്റ്റ് എല്ലാം കൂടി നമ്മൾ ചേർക്കുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂന്ന് അത്ര അട്രാക്റ്റീവ് അല്ല ജ്വല്ലറി വാങ്ങാൻ നല്ല കാര്യം. അപ്പോൾ നിങ്ങളുടെ ബേസിക് തോട്ട് പ്രോസസ് ഒരിക്കലും ഇങ്ങനെ ആവരുത്. അടുത്ത 6 മാസം ഗോൾഡ് 20% റിട്ടേൺസ് വരുമോ 30% റിട്ടേൺസ് വരുമോ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാങ്ങണോ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ എപ്പോഴും ഫെയിൽ ആവുള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അടുത്ത 6 മാസം ചിലപ്പോൾ 20% റിട്ടേൺസ് തരാം. പക്ഷേ അടുത്ത 3 വർഷത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും ഗോൾഡ് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 6 മാസം റിട്ടേൺസിന് വേണ്ടിയിട്ട് അത് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? എന്ന് മാത്രമല്ല നിങ്ങൾ എപ്പോഴും ഇങ്ങനെ റിട്ടേൺസിനെ ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വലിയൊരു പ്രശ്നം കിടപ്പുണ്ട്. കാരണം അടുത്തൊരു 6 മാസം ഗോൾഡ് അല്ല നല്ല റിട്ടേൺസ് തരുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് ആണ് നല്ല റിട്ടേൺസ് തരുന്നെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ ചേസ് ചെയ്യും. പക്ഷേ നിങ്ങൾ ചേസ് ചെയ്യുമ്പോഴത്തേക്കും അത് അതിൻ്റെ റിട്ടേൺസ് തന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അത് ഇനി അങ്ങോട്ട് താഴേക്ക് പോകാനോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള റിട്ടേൺസ് തരാനാണ് ചാൻസ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും റിട്ടേൺസിനെ ചേസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാര്യമായിട്ട് പൈസ ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല എപ്പോഴും നിങ്ങൾക്ക് ടെൻഷനേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് സമാധാനം കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെയുള്ള സൊല്യൂഷനാണ് അസറ്റ് അലിഗേഷൻ. നിങ്ങൾക്ക് ഗോൾഡ് വേണം, നിങ്ങൾ ഗോൾഡ് വാങ്ങിച്ചു വെക്കുക. അത് എത്ര ശതമാനമാണോ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വേണ്ട അത്രയും ശതമാനം നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഗോൾഡ് തീരെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ അസറ്റ് അലിഗേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. അത് ലംസമായിട്ട് ചെയ്യുന്നത് റിസ്കി ആയതുകൊണ്ട് തന്നെ ഒരു SIP മോഡിൽ എല്ലാ മാസവും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് താഴേക്ക് പോയാലും ഗോൾഡ് മുകളിലേക്ക് പോയാലും വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. എന്നിട്ട് എപ്പോഴാണോ നിങ്ങളുടെ അസറ്റ് അലിഗേഷൻ തന്നത് അപ്പോൾ നിങ്ങൾ ഗോൾഡിലേക്കുള്ള എക്സ്പോഷർ നിങ്ങൾ കൂട്ടാതിരിക്കുക. ഇങ്ങനെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കാരണം നാളെ ഗോൾഡ് നന്നായിട്ട് പെർഫോം ചെയ്താൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. കാരണം നിങ്ങളുടെ 10% ഗോൾഡിൽ ഉണ്ട് പൈസ. ഗോൾഡ് ഭയങ്കര കാര്യമായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ 5% 10% നിങ്ങൾ ഉണ്ടാവുള്ളൂ, അത്രേ പൈസ താഴേക്ക് പോയിട്ടുണ്ടാവുള്ളൂ. എന്ന് മാത്രമല്ല ഗോൾഡ് മര്യാദയ്ക്ക് പെർഫോം ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ബാക്കിയുള്ള അസറ്റ്സ് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്തോളൂ. എന്നിട്ട് നാളെ ഒരു 5-6 വർഷം കഴിയുമ്പോൾ വലിയൊരു ക്രൈസിസോ ഒരു മാർക്കറ്റ് ക്രാഷോ ഒക്കെ എന്തായാലും വരും, എപ്പോഴെങ്കിലും വരും. ആ വരുന്ന സമയത്ത് ഈ ഗോൾഡ് നിങ്ങളുടെ പോർട്ട്ഫോളിയോക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു ഇൻഷുറൻസ് ആയിട്ട് ആക്റ്റും ചെയ്യും. വിച്ച് ഇസ് ഗോൾഡ്സ് മെയിൻ ഫീച്ചർ. അതിന്റെ മെയിൻ പേർപ്പസ് തന്നെ ഒരു ഇൻഷുറൻസ് ആയിട്ട് ആക്ട് ചെയ്യാന്നാണ്. അല്ലാണ്ട് അടുത്ത 6 മാസത്തേക്ക് അടുത്ത 1 വർഷത്തേക്ക് നിങ്ങൾക്ക് റിട്ടേൺസ് തരികയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ ഗോൾഡ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങളുടെ അസറ്റ്സ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല നിങ്ങൾ ലോങ് ടേമിൽ ആക്ച്വൽ വെൽത്ത് ബിൽഡ് ചെയ്യുകയും ചെയ്യും. ആ വെൽത്ത് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആദ്യം ചോദിച്ചതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഗോൾഡ് വാങ്ങിക്കോ, ഇനി അങ്ങോട്ട് കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗോൾഡ് വിൽക്കണം, ഒരിക്കലും വാങ്ങരുത്, ഇനി പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഉത്തരമല്ല ഞാൻ തന്നത്. എങ്ങനെ ഈ ഗോൾഡ് വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കണം എന്നുള്ള എൻ്റെ ഫ്രെയിം വർക്ക് ഞാൻ തന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ആ ഒരു കാര്യമാണ് ലോങ് ടേമിലേക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ്സിൽ അറിയിക്കാം. അതേസമയം ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ഏത് ടോപ്പിക്കിനെ പറ്റിയാണ് വേണ്ടതെന്നുള്ളതിന് കമന്റ് ബോക്സിൽ പറയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ വിഷ് യു സേഫ് ഇൻവെസ്റ്റിംഗ്.